ഗായ്സ്, സൂപ്പർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 5000 രൂപ എപ്പോൾ ആക്കുന്നു, അപ്പോൾ നമ്മൾ കുനാഫ എന്ന് പറഞ്ഞ മിഠായി നല്ല എക്സ്പെൻസീവ് ആണ്, അത് വാങ്ങണം. അതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ 5000 രൂപ ആക്കിയാലാണ് ഈ പറഞ്ഞ കുനാഫ മിഠായി ഞാൻ വാങ്ങുള്ളൂ. അത് നമുക്ക് ഇന്ന് ആക്കുമെന്ന് നോക്കാം. എന്തായാലും ഇന്ന് എത്ര രൂപയ്ക്ക് ഓടാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇന്ന് രാത്രി 9:00 ചോട്ടമ്പമ്പ കാണാൻ പോകാനുള്ളതുകൊണ്ട് എന്തോ നേരം ഓടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും മാക്സിമം 8 മണി വരെ ഓടിക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. 9:00 വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാനുണ്ട് കുറച്ച്. അപ്പോൾ 8 മണി വരെ ഓടിക്കണം. ഇപ്പോൾ സമയം 7:15 രാവിലെ. അപ്പോൾ 7:15 ആയപ്പോഴാണ് ഇറങ്ങിയാൽ 4 മണിയാകുമ്പോഴേക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചു, ഉറങ്ങിപ്പോയി. എന്തായാലും 7:15 ആയപ്പോഴാണ് ഇറങ്ങാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര രൂപ ഇന്ന് ഏൺ ചെയ്യാൻ പറ്റുമെന്ന്. മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, എന്തോരം പറ്റും നമുക്ക് നോക്കാം. ഫസ്റ്റ് ട്രിപ്പ് അങ്ങനെ നമുക്ക് കിട്ടിയിരുന്നു. ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയത് നമുക്ക് തൃക്കാക്കരയിൽ നിന്ന് നമ്മുടെ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഒരു വയസ്സായ 2 ആൾക്കാരായിരുന്നു, അവരെ കൂടെ ഒന്നാക്കി. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവർ പറഞ്ഞത് 8:10 അവരുടെ ട്രെയിനിനാണ്. ഇപ്പോൾ സമയം 7:52 അപ്പോൾ ആ ഒരു ട്രെയിനിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CNG തീർന്നു പോയി. ഇപ്പോൾ പെട്രോളിലാണ് ആ ട്രിപ്പ് മൊത്തം എടുത്തത്. അതുകൊണ്ട് വലിയ ലാഭമൊന്നും ഇല്ല ആ ട്രിപ്പിൽ. സോ ഇനിയിപ്പോൾ ആ വയസ്സായ ആൾക്കാരായതുകൊണ്ട് ഞാൻ പിന്നെ CNG അടിക്കാൻ കഴിഞ്ഞാൽ ഇറക്കി നിർത്തേണ്ടി വരുമല്ലോ. അതുകൊണ്ട് പിന്നെ ഒരു 300 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടാണ് പോകുന്നത്. ആക്ച്വലി ഈ ഒരു കഴിഞ്ഞ ട്രിപ്പ് വലിയ ലാഭമില്ല. എന്തായാലും ആ അടുത്ത ട്രിപ്പിൽ എങ്ങനെയാണ് ആൾക്കാർ നോക്കിയിട്ടാണെങ്കിൽ CNG അടിക്കാൻ. സംഭവം ഇന്നലെ അടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ മറന്നുപോയി. അപ്പോൾ ഒരു 140 രൂപയുടെ ചെറിയൊരു ട്രിപ്പാണ് കിട്ടിയത്. നമ്മുടെ മുട്ടത്തേക്ക് തന്നെയായിരുന്നു. അപ്പോൾ വന്ന വഴിക്ക് നമ്മുടെ CNG പമ്പ് ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ അടിക്കുകയാണ്. ഏകദേശം 900 ആവും. അപ്പോൾ വീണ്ടും നമ്മുടെ തൃക്കാക്കരയിൽ നിന്ന് തന്നെ നമ്മുടെ ആലൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കിട്ടിയേക്കുന്നത് 200 രൂപയുടെ ട്രിപ്പ്. ചൈതന്യ ഹോസ്പിറ്റലിൽ നിന്ന്. ആക്ച്വലി ഹോസ്പിറ്റലിൽ നിന്നല്ലായിരുന്നു, അവിടെ നിന്ന് ഒരു 100 മീറ്റർ മാറി ഇവിടെ ഒരു വീടാണ്. ഈ ആയിരുന്നു നമുക്ക് കയറിയിരുന്നത്. അങ്ങനെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ അവരാക്കി. അവർക്ക് 9:30 ട്രെയിൻ. ഇപ്പം നമുക്ക് സമയം 9:10. അവർക്ക് ടെൻഷനായിരുന്നു ആ ട്രെയിൻ കിട്ടുമോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഞാൻ കിട്ടും, മെസ്സേജില്ല. 9:10 ഇവിടെ എത്തിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ 9:09 ഇവിടെ എത്തിച്ചു. ആ ട്രിപ്പ് നമ്മുടെ ഇവിടെ ഒരു ആലുവയുടെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലത്തായിരുന്നു. വിദ്യാതന്ത്രപീഠം അങ്ങനെയൊരു സ്ഥലത്ത്. അങ്ങനെ നമ്മുടെ ആ ഒരു ട്രിപ്പും എൻഡ് ചെയ്തു. 696 രൂപ അങ്ങനെയായിട്ടിരിക്കുകയാണ്. സമയം രാവിലെ 9:30 മണി. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ്. നമുക്കൊരു ഫ്ലാറ്റിൽ നിന്ന് ഒരു ഡോക്ടറിനെ കിട്ടി. ഡോക്ടറെ നമ്മൾ ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ അങ്കമാലിയിൽ കൊണ്ടുവന്നാക്കി. അപ്പോൾ തന്നെ നമുക്ക് വേറെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 2.5 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് എടുക്കണം. മൂക്കന്നൂർക്കാന്ന് തോന്നുന്നു. ഇപ്പോൾ ലിറ്റിൽ ഫ്ലവറിൽ തന്നെ കറയും കളിക്കുകയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഇവർ ചെയ്ത് വെച്ചിരുന്നത്, ഇവിടുത്തെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയം ഈ ഹോസ്പിറ്റലിൽ മൊത്തം വലം വെച്ചിട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഭയങ്കര ഷോറ്. അങ്ങനെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ലിറ്റിൽ ഫ്ലവർ നമുക്ക് ഫുൾ ചുറ്റി നടന്നും കാണാം. അതുപോലെയാണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഒരു റൗണ്ട് ഈ ഹോസ്പിറ്റലിൽ മൊത്തം വലം വെച്ച് വന്നു. ഇപ്പം സ്റ്റിൽ നമ്മൾ പുറത്തെത്തിയിട്ടില്ല ഗൈസ്. ഇപ്പോൾ തന്നെ എത്തുമെന്നുള്ള പ്രതീക്ഷയോടെ പോകുന്നു. ഇവിടെ പുറത്തേക്കുള്ള വഴി നീതിട്ടുണ്ട്, നോക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ഫൈനലി പുറത്തേക്കുള്ള വഴിയിലെത്തിയിരിക്കുന്നു. നമ്മളൊരു കറക്കത്തിന് ശേഷം നമ്മൾ റോഡ് കണ്ടിരിക്കുന്നു. നമ്മളങ്ങനെ റോഡിലെത്തി. കസ്റ്റമർ ശശിയായിട്ടിരിക്കുകയെന്ന് തോന്നുന്നു. നമ്മൾ കുറേ നേരം 5 മിനിറ്റ് ആൾക്ക് കാണിക്കുക. നമ്മുടെ അവസ്ഥ ഇതാണെന്ന് പുള്ളിക്ക് അറിയില്ലല്ലോ. അതും ഒരു ഹോസ്പിറ്റലിലേക്കായിരുന്നു നമ്മുടെ ശശി ചേട്ടനെ കൂടെ നാക്കാൻ വന്നത്. മൂക്കന്നൂർ MAGJ ഹോസ്പിറ്റൽ. അത്യാവശ്യം നല്ല ഹോസ്പിറ്റൽ കേട്ടോ. അങ്ങനെ ആ ട്രിപ്പും കഴിഞ്ഞപ്പോൾ 1161 രൂപയായിരിക്കുകയാണ് ഗായ്സ്. നല്ല വിശപ്പുണ്ടായി. അതുകൊണ്ട് നമ്മൾ ആ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു. പൊറോട്ടയും ചിക്കൻ കറിയും. മൊത്തത്തിലൊരു 160 രൂപ ആയി. സോ മച്ച് പോസ്റ്റ്. അപ്പോൾ ഇന്നും നമുക്ക് കുനാഫ വാങ്ങാൻ പറ്റില്ലെന്ന് ഉറപ്പായി ഗായ്സ്. കാരണം ഇനിയിപ്പോൾ അത്ര കൂടിയാലും ഈ 5000-ലേക്ക് എത്തില്ല. എന്നാലും ഞാൻ മാക്സിമം എത്ര പറ്റുമെന്ന് ട്രൈ ചെയ്യും കേട്ടോ. എന്തായാലും നമ്മൾ ആ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായി. ഇതുവരെ ട്രിപ്പൊന്നും വന്നില്ല. ഞാൻ എന്തായാലും അങ്കമാലി സൈഡിലേക്ക് പോയി നോക്കട്ടെ. ഇവിടെ കിടന്ന് പുഴുങ്ങുന്നതിനേക്കാളും നല്ലതാണ്.
അങ്ങനെ നമ്മൾ കുറേ നേരത്തെ പോസ്റ്റിന് ശേഷം ഉച്ചയ്ക്ക് അല്ലെങ്കിലും പോസ്റ്റ് ആയിരിക്കും നമുക്കൊരു 300-ന്റെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് വൈറ്റിലേക്ക്. അപ്പോൾ ആ ഒരു ട്രിപ്പ് എടുക്കാൻ വേണ്ടി ഞാൻ പോവാണ് ഗൈസ്. നമ്മൾ ക്രൗൺ പ്ലാസിലെത്തി. കുറച്ച് പോസ്റ്റൊക്കെ അടിച്ചതിന് ശേഷം അത്യാവശ്യം നല്ലൊരു ട്രിപ്പ് കിട്ടിയത് ഇതാണ്. 300 രൂപ ട്രിപ്പായിരുന്നു, സോറി 230 രൂപ ട്രിപ്പായിരുന്നു. അങ്ങനെ നമുക്ക് ടോട്ടലി 1971 രൂപയായിരിക്കുന്നു ഗൈസ്. അങ്ങനെ അടുത്ത ട്രിപ്പ് നമുക്ക് നല്ല ലോങ് ട്രിപ്പ് കിട്ടി. ഇവിടെ നിന്ന് അങ്കമാലി സൈഡിലേക്ക് നമ്മുടെ ലേമേഡിയനിൽ നിന്നാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. ആ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ അങ്കമാലിയിലെത്തി. എന്താണെന്ന് പറയുമ്പോൾ അപ്പട്ടാന്ന് ട്രിപ്പാണ്. നമുക്ക് ട്രിപ്പിൻ്റെ ഇടയിൽ 400 ട്രിപ്പ് കിട്ടിയാണ്ട്. ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല, നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മുടെ മലയാറ്റൂരൊക്കെ പോകുന്ന വഴിക്ക്. എന്തായാലും പടപടാന്ന് ട്രിപ്പ് കിട്ടി. പെട്ടെന്ന് തന്നെ പൈസ കയറി. ഇത്ര ഞാൻ ഉച്ചയ്ക്ക് കുറേ പോസ്റ്റ് അടിച്ച് ഇപ്പോൾ ഒരു ഹാപ്പിനെസ്. ഈ ട്രിപ്പ് കിട്ടിയത് നമ്മുടെ ലേമേഡിയയിലാണ്. ലേമേഡിയ എന്ന് പറയുന്നത് കുണ്ടന്നൂരാണ്. ഈ കുണ്ടന്നൂരിൽ നിന്ന് ഇവിടെ ഇപ്പം ഈ സ്ഥലത്തിൻ്റെ പേര് കൊതംകുളങ്ങര എന്നൊക്കെയാണ്. എന്നാണ് ഈ നമുക്ക് കണ്ട കൊതംകുളങ്ങര, കുണ്ടന്നൂരിൽ നിന്ന് കൊതംകുളങ്ങരയിലായിട്ടാണ് ട്രിപ്പ് കിട്ടിയത്. പിന്നെ നീലേശ്വരത്തുള്ള ആ ഒരു ട്രിപ്പ് ഉണ്ടായിരിക്കുന്നു. നല്ലൊരു ചേട്ടനായിരുന്നു. ആ ചേട്ടൻ്റെ വീട് വൈപ്പിലായിരുന്നു. വൈപ്പിൽ നിന്ന് ഇപ്പോൾ നീലേശ്വരത്തേക്ക് സ്ഥലം മാറി വന്നതാണ്. ആള് കാമായിട്ട് ജീവിക്കുന്നു ഇവിടെ. അപ്പോൾ നമുക്ക് ഇത്ര നേരം ഓടിയതിലുള്ള ഏണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2886. അപ്പോൾ സമയം വൈകുന്നേരം 4:15. എന്തായാലും ഞാൻ ഇത്ര പെട്ടെന്ന് ഇത്ര ആവുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും ഇന്ന് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ആയി. 5000 അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുനാഫ, അതാണ് എൻ്റെ ലക്ഷ്യം. നമ്മളപ്പം മറ്റൊരു ഒന്ന് പോസ്റ്റ് അടിച്ചിരിക്കുവാണ്. ഇപ്പോൾ സമയം 4:37. ഏകദേശം 10-15 മിനിറ്റ് മേളിൽ നമ്മളിപ്പോൾ പോസ്റ്റാണ്. ഇപ്പം ട്രിപ്പ് കിട്ടും വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് ഗൈസ്. അങ്ങനെ 3000 ആയിരിക്കുന്നു ഗൈസ്. ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഴൂര് അമ്മ പോസ്റ്റ് ഓഫീസിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ അമ്മേനെയൊക്കെ ഇങ്ങോട്ട് ആക്കാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമാണിത്. ചെങ്ങമ്മനാട് നുള്ളിലേക്ക് കയറിയിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല ഒരു ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ കേട്ടോ. നല്ല പാടമൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആ ഒരു ഫാമിലീനെ ആക്കിയത്. അതോടുകൂടെ നമുക്ക് 3000 അടിച്ചു ഗായ്സ്. നമ്മൾ മാപ്സ്റ്റർ മീഡിയയുടെ ഓഫീസിൻ്റെ അടുത്താണ് ഇപ്പോൾ ആളാക്കിയത്. അപ്പോൾ നമ്മുടെ വനിതയുടെ അടുത്തായിട്ട് എന്തായാലും ഇപ്പോൾ 3200 ആയി.